കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ GST പരിഷ്കരണം സെപ്റ്റംബർ 22-നാണ് രാജ്യത്ത് നിലവിൽ വന്നത്. 12%, 28% സ്ലാബുകൾ എടുത്തുമാറ്റി 5%, 18% എന്നീ രണ്ട് സ്ലാബുകൾ നിലനിർത്തിയതാണ് പുതിയ പരിഷ്കരണം. അതിനാൽ തന്നെ നിരവധി സാധനങ്ങളുടെ വിലയിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ സാധാരണക്കാരനും മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ടയാൾക്കും ഒരേ സമയം ഉപകാരപ്പെടുന്നതാണ് ഈ മാറ്റങ്ങൾ. എന്നാൽ ഈ ആനുകൂല്യം കമ്പനികൾ ജനങ്ങൾക്ക് നൽകാതെ ഇരുന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു സംശയം പലർക്കും ഉണ്ടാകും. മറ്റ് നൂലാമാലകളില്ലാതെ പരാതിപ്പെടാനുള്ള മാർഗം ഇതിനായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ രീതികളിലൂടെ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ വ്യക്തികൾക്ക് ഈ വിഷയത്തിൽ നേരിട്ട് പരാതി നൽകാം. ഇതിനായി 1915 എന്ന ടോൾ ഫ്രീ നമ്പറും 8800001915 എന്ന വാട്സ്ആപ്പ് നമ്പറും സജ്ജമാക്കിയിട്ടുണ്ട്. ഇൻഗ്രാം പോർട്ടൽ വഴിയും ജനങ്ങൾക്ക് പരാതി നൽകാം. GST പരിഷ്കരണം നിലവിൽ വരുന്നതോടെ ഏകദേശം 2 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കയ്യിലെത്തുമെന്നാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ഇത് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും ദരിദ്രരും പിന്നോക്കം നിൽക്കുന്നവരും മധ്യവർഗ കുടുംബങ്ങളും ചെറുകിട ഇടത്തരം സംരംഭകരും GST പരിഷ്കാരം വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നരേന്ദ്രമോദി ശ്രദ്ധാലുവാണെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു. വാഹനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, അടുക്കള സാമഗ്രികൾ, മരുന്നുകൾ തുടങ്ങി പലതിനും വില കുറഞ്ഞേക്കും. പാൽ, ബിസ്ക്കറ്റുകൾ, കോൺഫ്ലെക്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, അവയുടെ ജ്യൂസുകൾ, ഐസ്ക്രീം, നെയ്യ്, പനീർ, ഇളനീർ വെള്ളം തുടങ്ങിയവയ്ക്ക് വില കുറയും. ആഫ്റ്റർ ഷേവ് ലോഷൻ, ഫേസ് ക്രീമുകൾ, പൗഡർ, എണ്ണ, ഷാംപൂ, സോപ്പ് തുടങ്ങിയവയ്ക്ക് വില കുറഞ്ഞേക്കും. ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിൽ AC-കൾ, ഡിഷ് വാഷറുകൾ, TVകൾ, വാഷിംഗ് മെഷീനുകൾ എന്നിവയ്ക്കും വില കുറയും. ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ, ഗ്ലൂക്കോമീറ്റർ തുടങ്ങിയവയുടെ GST 5% കുറച്ചതിനാൽ അവയ്ക്കും വില കുറയും. ചില മരുന്നുകളുടെ വില കുറച്ചു കഴിഞ്ഞിട്ടുണ്ട്.